ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു വയനാട് ട്രിപ്പാണ് കേട്ടോ. ഞങ്ങളെ കുറേ കാലത്തെ ആഗ്രഹമാണ് വയനാട് ഒരുമിച്ച് പോയി സ്റ്റേ ചെയ്യണം, റിസോർട്ടൊക്കെ എടുത്തിട്ട് എന്നുള്ളത്. ഞങ്ങൾ ഗൂഡല്ലൂർ വഴിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ നല്ല പാൽ ചായയും പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ചിട്ടാണ് പോയത്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പ്ലേസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ചുരത്തുമ്മ കൂടെയൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു തണുപ്പും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. കുറേ ഞങ്ങൾ നിർത്തിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ നല്ലൊരു തേയിലത്തോപ്പൊക്കെ കണ്ടപ്പോൾ അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ പോകുമ്പോഴും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. നിർത്തി പോരുന്ന ഇടയ്ക്ക് കണ്ട ഒരു വ്യൂ ആണ് കേട്ടോ അത്. പിന്നെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ നിർത്തും, എന്തെങ്കിലുമൊക്കെ കഴിക്കും, അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ ഉപ്പിലിട്ട സ്ഥലത്താണ് കേട്ടോ നിർത്തിയിരിക്കുന്നത്. അടക്കയും കരിമ്പൊക്കെ ഉപ്പിലിട്ടിരിക്കണ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അവിടുന്ന് ഓരോ പൈനാപ്പിൾ മാങ്ങൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വണ്ടി വിട്ടു. ഈ ട്രിപ്പ് ഞങ്ങളെ നിക്കാഹ് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ പോകാനിരിക്കുന്നു. അപ്പോഴാണ് മണ്ണിടിച്ചിലൊക്കെ വയനാട്ടിൽ വന്നത്. ആ ഒരു ഏരിയക്കാണ് കേട്ടോ ഞങ്ങൾ പോണത്. വൈത്തിരി എന്ന് പറയും. പിന്നെ ഒരു 4 മണിക്കാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 5 മണി ആയപ്പോഴത്തേനും നമ്മൾ റൂമിലെത്തി. അടിപൊളി റൂമായിരുന്നു, ഒന്നും പറയാനില്ല. നമ്മൾ സ്റ്റെയർ കയറിയിട്ട് ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഒരു ഹാളാണ് കേട്ടോ നമ്മൾ കണ്ടിരുന്നത്. പുറത്ത് ബാൽക്കണി ഒക്കെ ഉണ്ടായിരുന്നു, സോഫ ഉണ്ട്, അതുപോലെ തന്നെ TV ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതൊന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. ഇത് ബുക്ക് ചെയ്യുമ്പോഴൊന്നും ഇങ്ങനെയൊക്കെ ആണെന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നമ്മൾ റൂമിൻ്റെ പിക്കൊന്നും ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെയാണ് ഞങ്ങൾ വന്നത്. പിന്നെ ഈ സ്റ്റെയർ ഇറങ്ങി കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ നല്ലൊരു മിറർ ഉണ്ട്, അവിടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്റ്റെയർ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ബെഡ്റൂം വരുന്നുണ്ടായിരുന്നത്. ബെഡ്റൂമും അടിപൊളിയായിരുന്നു കാണാൻ, കുറവുകളൊന്നും പറയാനില്ല. ഇത് മുകളിലത്തെ ബാൽക്കണിയാണ് കേട്ടോ. അത് വീഡിയോ എടുത്തപ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതാണ്. അവിടെ 2 ചെയർ ഉണ്ടായിരുന്നു, ഒരു ടേബിൾ ഉണ്ടായിരുന്നു. പുറത്തെ വൈബ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഒരു വാഷ് ബേസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഞങ്ങൾ ഫ്രഷ് ആയിട്ടൊന്നും പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴത്തേനും ഒരു ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ വില്ലാസ് ഉണ്ട്. ഞങ്ങൾ പോയതൊരു വെക്കേഷൻ ടൈമിലായപ്പോഴും കുറേ ഫാമിലീസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ പാർക്ക് ഉണ്ട് കേട്ടോ അവിടെ, കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യവും അവിടെ ഉണ്ട്. ഊഞ്ഞാലുണ്ട്, സീസോ ഉണ്ട്, കുറേ ഗെയിംസും ആക്ടിവിറ്റീസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളതിൽ പകുതി മുക്കാലും ഗെയിംസും എല്ലാതും കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സ്വിമ്മിംഗ് പൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ആരും ഇല്ലാത്ത ടൈമിലാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി പിന്നെയും ഗെയിംസ് കളിക്കാനായിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീറ്റ് ഒരു റൈഡൊക്കെ പോയി. അവിടെ തന്നെയാണ് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ പുട്ടും നൂഡിൽസും എഗ്ഗും കട്ട് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബാൽക്കണിയിൽ വന്നിരുന്ന് സിംഹവാലം കുരങ്ങനെ കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടത്. അതിനടുത്ത് തന്നെ പൂക്കോട്ട് തടാകം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവിടെയും കൂടി പോയിട്ട് തിരിച്ചു വരാം. ഇവിടെ വരുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കുരങ്ങന്മാരെയാണ് കേട്ടോ. നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവന്മാർ അത് അടിച്ചുകൊണ്ട് പോകും. ഞങ്ങൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. അത് തടാകം കാണണമെങ്കിൽ തന്നെ കുറേ നടന്ന് കാണാനുള്ളതുണ്ട്. അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഒരു കുരങ്ങിനിങ്ങനെ കോലുമുട്ടായി ആരെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് തിന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല ചിക്കൻ ബിരിയാണി കഴിച്ചു. പിന്നെ ഈ ചുരം ഇറങ്ങുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. മേലൊന്ന് കാണാൻ തന്നെ ഭയങ്കര ഭയാനകമായിരുന്നു. പിന്നെ താഴത്തെത്തി ഒരു ബൂസ്റ്റ് കുലുക്കിയും കുടിച്ചു. പിന്നെ ഇത്രയേ ഉള്ളൂ.